ഹരിയാനയിൽ നായബ് സിംഗ് സൈനി സർക്കാർ വിശ്വാസ വോട്ട് നേടി. ശബ്ദ വോട്ടിലൂടെയാണ് വിശ്വാസ പ്രമേയം പാസാക്കിയത്. കോൺഗ്രസ് MLA-മാർ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. JJP MLA-മാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. JJP MLA-മാരുടെ കൂടി പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതുണ്ടായില്ല. എങ്കിലും ഇപ്പോൾ സർക്കാർ വിശ്വാസ വോട്ട് നേടിയിരിക്കുന്നു. ഏത് രീതിയിലാണത് നടന്നത്? ശബ്ദവോട്ടിലാണ് ഈ സർക്കാർ വിശ്വാസ വോട്ട് തേടിയത്. 48 MLA-മാരുടെ പിന്തുണ അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ വിശ്വാസ വോട്ട് സൈനി അവതരിപ്പിച്ചത്. അത് ശബ്ദവോട്ടിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്യന്തം ഉദ്യോഗ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. ഈ JJP MLA-മാർക്ക് വിപ്പ് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം തികയ്ക്കുന്ന കാര്യത്തിൽ BJP പറഞ്ഞ സംഖ്യ, മാജിക് സംഖ്യ 46 ആണെങ്കിലും 48 എന്ന അവകാശവാദത്തിലേക്ക് എത്തുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ശബ്ദ വോട്ട് ആയപ്പോഴേക്കും ഇത് മറികടക്കാനായിട്ട് സാധിച്ചു. ഈ നിലപാടിൽ ശബ്ദ വോട്ടാണ് ഉണ്ടായത് എന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ ഹിമാചൽ പ്രദേശിൽ കണ്ടത് ഈ ശബ്ദ വോട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറുന്നെങ്കിൽ ഹരിയാനയിൽ നമ്മൾ ഇപ്പോൾ അല്പസമയം മുമ്പ് അത് BJPക്ക് അനുകൂലമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും സൈനി സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ വോട്ട് നേടാൻ സഭയിൽ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ ഇനി മുന്നോട്ട് പോകാം. മറ്റു നടപടികൾ ഈ JJP MLA-മാർ അവർക്ക് പിന്തുണ അവരിൽ ചിലർ ഏതാണ്ട് 4ഓളം പേർ BJPക്ക് ഒപ്പമാണ് അവരുടെ മനസ്സ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയും. സ്മിത, ശരി. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഹരിയാനയിൽ നായബ് സിംഗ് സൈനി സർക്കാർ വിശ്വാസ വോട്ട് നേടി. ശബ്ദ വോട്ടിലൂടെയാണ് വിശ്വാസ പ്രമേയം പാസാക്കിയത്.